നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? അതെന്ന് പറഞ്ഞാൽ അതാ പ്രിൻസിപ്പൽ ചേംബറിൽ വിളിച്ചെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ രേഖാമൂലം ഓരോ കാര്യങ്ങളും വിളിച്ചറിയിക്കുമായിരുന്നു. ഒരു 21-18 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു 5 അംഗ സംഘം ഇത്ര രീതിയിൽ ഹരാസ് ചെയ്യേണ്ട ഒരു കൊലപാതകം അവൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 2,000 രൂപ എടുത്ത് അധ്യാപകർക്ക് തന്നെ അപ്പോഴും കൊടുക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ബാക്കി ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് കൊടുക്കുമായിരുന്നല്ലോ. അത്ര ഒരു ടോർച്ചറിങ് ചെയ്യണം. അവിടെ വെച്ചുള്ള ഹറാസ്, നീ ഇന്ന് തന്നെ പൈസ അടയ്ക്കണം, അതാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എൻ്റെ ഒരു ഇതാണ് പറയണത്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൈസ സെറ്റിൽ ചെയ്യണമെന്ന് എന്നെ വിളിച്ച അത് എവിടെ പറഞ്ഞായിരുന്നാലും അന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്നെ എന്ന് ജീവിച്ചിരിക്കുമെന്ന് അതൊന്നും കൊണ്ട് ചെയ്തില്ല. മാനേജ്മെന്റ് അപ്പോഴും കരുതി കൂട്ടി ചെയ്ത ഒരു പ്ലാന്റാണ്. അതിപ്പോ ആപ്പ് ലോണിയർ അവരെ നോയുടെ കസ്റ്റഡിയിലെടുത്തെന്ന് നിങ്ങൾ അറിയുന്നു. അവരുടെ 10-30 സിം കാർഡ് ഉപയോഗിച്ച് അവർ നിരന്തരം കോൾ, ഒരു കോള് കട്ടാവുമ്പോൾ അടുത്ത കോൾ വന്നുകൊണ്ടിരിക്കും. അത് അവരുടെ ബിസിനസ്സാണ്, അവരുടെ ജോലിയാണ്. പക്ഷേ ഒരു കുട്ടിക്കെതിരെ ഇങ്ങനെ വരുമ്പോൾ ആ കോളേജ് ഒന്നടങ്ക അവനെ എതിർത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയല്ല ചെയ്യുക. പകരം ബന്ധപ്പെട്ട അവൻ്റെ അച്ഛനും അമ്മയെയോ മറ്റുള്ള ബന്ധുക്കളെ അറിയിച്ച് അതിനെന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ ചെയ്ത് വീണ്ടും അവനെ പഠിക്കാൻ അവിടെ സംവിധാനം അവനൊരുക്കി കൊടുക്കേണ്ടേ. അല്ലാതെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തറിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുകയല്ല ചെയ്യേണ്ടത്.